വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രം നിശബ്ദമായി പറയുന്ന ഒരു പുരാതന സ്മാരകം ഇന്നും നിലകൊള്ളുന്നു. കേരളത്തിലൊരിക്കൽ ജൈനമതത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന അതുല്യമായ ഒരു പൈതൃക സ്മാരകമാണിത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം എപ്പോഴായിരുന്നു? ഈ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ബത്തേരി എന്ന പേര് ലഭിച്ചത്? ഈ ക്ഷേത്രം ഒരിക്കൽ ആയുധശാലയായി ഉപയോഗിച്ചിരുന്നുവോ? ഇവയെല്ലാം ഉൾപ്പെടുന്ന രസകരമായ ചരിത്ര കഥകളെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ ചരിത്രസാക്ഷിയായ ഒരു അതുല്യ സ്മാരകമാണ് ബത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജൈനക്ഷേത്രം. ഇന്ന് നാം കാണുന്ന ഈ പുരാതന ക്ഷേത്രം കല്ലിൽ നിർമ്മിച്ച നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ജൈന സംസ്കാരത്തിന്റെയും വ്യാപാരത്തിന്റെയും പ്രതീകമാണ്. ചരിത്രകാരന്മാർ കരുതുന്നതനുസരിച്ച് ഈ ക്ഷേത്രം ഏകദേശം 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടതാണ്. അന്ന് ദക്ഷിണേന്ത്യയിൽ ജൈനമതം വളരെ ശക്തമായിരുന്നു. എന്നാൽ ഈ ക്ഷേത്രം നിർമ്മിച്ച ജൈന സമൂഹം കേരളത്തിൽ നിന്നുള്ളവരല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അവർ അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും വന്ന ജൈന സന്യാസികളും വ്യാപാരികളുമായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. അന്നത്തെ കാലത്ത് വയനാട് ഒരു പ്രധാന വ്യാപാരപാതയുടെ കേന്ദ്രമായിരുന്നു. അറബിക്കടലിലെ തുറമുഖങ്ങളെയും മൈസൂർ മലനിരകളെയും ബന്ധിപ്പിച്ചിരുന്ന പ്രധാന വഴികളിലൊന്നായിരുന്നു ഇത്. കുരുമുളക്, ഏലക്ക, വനോൽപ്പന്നങ്ങൾ, ആനദന്തം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വ്യാപാരം ഇവിടെ നടന്നിരുന്നു. ഈ വ്യാപാരപാതയിലൂടെയാണ് ജൈന വ്യാപാരികൾ ഇവിടെ എത്തി താമസിക്കുകയും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത് വളരെ പിന്നീടാണ്. പഴയ രേഖകൾ പ്രകാരം ഈ പ്രദേശം ഗണപതി വട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കിടങ്ങനാട് എന്ന പേരിലും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. ഇവിടെയുണ്ടായിരുന്ന കിടങ്ങൻ എന്ന ആദിവാസി സമൂഹത്തിന്റെ പേരിൽ നിന്നാണ് ആ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം പിന്നീട് നടന്നതാണ്. മൈസൂർ ഭരണകാലത്ത്, പ്രത്യേകിച്ച് ടിപ്പു സുൽത്താന്റെ കാലത്ത്, ഈ ക്ഷേത്രം സൈന്യത്തിന്റെ ആയുധശാലയായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ കട്ടിയുള്ള കല്ല് മതിലുകളും ഉറച്ച നിർമ്മാണവും കാരണം ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഈ ക്ഷേത്രം അനുയോജ്യമായിരുന്നു. അന്ന് പീരങ്കികളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളെ ബാറ്ററി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ സുൽത്താൻസ് ബാറ്ററി എന്ന പേരാണ് ഈ പ്രദേശത്തിന് ആദ്യം ലഭിച്ചത്. കാലക്രമേണ അത് സുൽത്താൻ ബത്തേരി എന്നായി രൂപാന്തരപ്പെട്ടു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി വളരെ ലളിതവും അതേസമയം ശക്തവുമാണ്. മുഴുവനും കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രാചീന ക്ഷേത്രം ജൈന ശില്പകലയുടെ മികച്ച ഉദാഹരണമാണ്. ക്ഷേത്രത്തിന്റെ മണ്ഡപം, അന്തരാളം, ഗർഭഗൃഹം എന്നീ ഭാഗങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡപത്തിലേക്ക് കുറച്ച് പടികൾ കയറിയെത്താം. ഈ മണ്ഡപം ശക്തമായ കൽത്തൂണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ തൂണിലും പൂക്കളുടെയും ജാമിതീയ ആകൃതികളുടെയും മനോഹരമായ കൊത്തുപണികൾ കാണാം. ഈ കൊത്തുപണികൾ അന്നത്തെ ശില്പികളുടെ അത്യുന്നതമായ കഴിവിനെ വ്യക്തമാക്കുന്നു. മണ്ഡപത്തിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ പഴമയിൽ ലയിച്ചു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഗർഭാഗർഹം നമുക്ക് കാണാം. ഇവിടെ ജൈന തീർത്ഥങ്കരന്മാരുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എന്നാൽ പിന്നീട് നടന്ന യുദ്ധങ്ങളും ചരിത്രപരമായ മാറ്റങ്ങളും കാരണം ഈ പ്രതിഷ്ഠകൾ നഷ്ടമായതായി കരുതപ്പെടുന്നു. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് മൈസൂർ യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഫലമായി ഈ ക്ഷേത്രം ഭാഗികമായി നശിക്കുകയും പിന്നീട് ഉപയോഗം കുറഞ്ഞു പോകുകയും ചെയ്തു. പിന്നീട് ജൈന സമൂഹത്തിന്റെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ കുറയാൻ തുടങ്ങി. ഒരു കാലത്ത് വയനാട് പ്രദേശത്ത് ജൈന സമൂഹം വളരെ സജീവമായിരുന്നു. പുരാവസ്തു ഗവേഷണങ്ങൾ പ്രകാരം വയനാട് ജില്ലയിൽ നിരവധി ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്ത് ഒരിക്കൽ ശക്തമായ ജൈന സംസ്കാരം നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ശില്പകലയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ശൈലി സ്വാധീനിച്ചിട്ടുണ്ടെന്ന്
ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഗ്രാനൈറ്റ് കല്ലുകളിൽ നിർമ്മിച്ച ലളിതവും ശക്തവുമായ രൂപകൽപ്പന അതിന്റെ പ്രത്യേകതയാണ്. പ്രാദേശിക കഥകളിൽ പറയപ്പെടുന്ന മറ്റൊരു കൗതുകകരമായ കാര്യം ഈ ക്ഷേത്രത്തിനടിയിൽ ഒരിക്കൽ രഹസ്യ തുരങ്കമുണ്ടായിരുന്നിരിക്കാമെന്നതാണ്. മൈസൂർ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ തുരങ്കത്തെക്കുറിച്ച് ചിലർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉറച്ച തെളിവുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് ഈ ക്ഷേത്രം ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഒരു പ്രധാന പൈതൃക സ്മാരകമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കെട്ടിടം ഇന്നും അതിന്റെ ഭംഗിയും ശക്തിയും നഷ്ടപ്പെടുത്താതെ നിലകൊള്ളുന്നു. ഇന്ന് വയനാട് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ക്ഷേത്രം ഒരു പ്രധാന ആകർഷണമാണ്. നിശബ്ദതയും പുരാതനതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ സ്ഥലം ചരിത്രപ്രേമികൾക്കും ഗവേഷകർക്കും ഒരുപോലെ കൗതുകം നിറഞ്ഞതാണ്. സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രം മതപരമായ ഒരു ആരാധനാലയം മാത്രമല്ല, ഇത് കേരളത്തിന്റെ ബഹുസാംസ്കാരിക ചരിത്രത്തിന്റെ ഒരു ജീവന്തമായ സാക്ഷ്യമാണ്. ജൈനമതം, ദക്ഷിണേന്ത്യൻ ശില്പകല, പുരാതന വ്യാപാര ചരിത്രം എല്ലാം ഒരുമിച്ച് പറയുന്ന ഒരു അപൂർവ സ്മാരകമാണ് ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും നമ്മോട് പറയുന്നത് ഒരു വലിയ കഥയാണ്. കാലം മാറിയാലും സംസ്കാരവും ചരിത്രവും ഒരിക്കലും നശിക്കില്ല എന്ന കഥ. വീണ്ടും കാണാം.